ദ ജേർണലിസ്റ്റിലേക്ക് ഹോർമൂസ് കടലിടുക്കിൽ ഒരു വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയല്ല, നേരെ മറിച്ച് കാലങ്ങളോളം തുടരുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും അതിശക്തമായി ബാധിക്കാൻ പോകുന്ന ഭയാനകമായ വലിയ തുടർ സ്ഫോടനങ്ങൾ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി ഇറാനെ ആക്രമിച്ചപ്പോൾ, അതായത് ഫെബ്രുവരി 28-ന് ഇറാനിലേക്ക് നടന്ന ഏകപക്ഷീയമായ ആക്രമണം പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന യുദ്ധമായി മാറിയതിന്റെ തുടക്കം. ആ സമയത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്ന് ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇറാന്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി ട്രംപ് പല വീരവാദങ്ങളും നടത്തി. അക്ഷരാർത്ഥത്തിൽ വാപോയ കോടാലിയായ ട്രംപ് വെറുതെ പറയുന്ന കാര്യങ്ങളായിരുന്നില്ല അത്. നേരെ മറിച്ച് അതൊക്കെ ട്രംപിന്റെ മോഹന സുന്ദര സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഇറാന്റെ ഭരണം തങ്ങളുടെ കീഴിൽ വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപ് സ്വപ്നം കണ്ടത്, ഒന്ന്, ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായി സ്വന്തമാക്കി വെനസ്വലൻ മോഡലിൽ ആ എണ്ണപ്പാടങ്ങൾ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ കഷ്ടപ്പെട്ട് സമ്പുഷ്ടീകരിച്ചെടുത്ത യുറേനിയം അത് മുഴുവൻ അമേരിക്കയിലേക്ക് കടത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അല്ലെങ്കിൽ സ്വപ്നമായിരുന്നു, ഇറാൻ വഴി ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളത്. അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ട്രംപ് ഹോർമുസിനെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ചുരുക്കം. കാരണം ഹോർമുസ് കടലിടുക്കിലെ പ്രധാനപ്പെട്ട കപ്പൽ പാത, അല്ലെങ്കിൽ എല്ലാ കപ്പലുകളും ഉപയോഗിക്കുന്ന ആ ഏറ്റവും തിരക്കേറിയ പാത, അത് ഇറാനുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഒമാൻ തീരം തെക്ക് ഭാഗത്തുണ്ടെങ്കിലും ഏറ്റവും അധികം കപ്പലുകൾ പോകുന്നത് ഇറാന്റെ ഭാഗത്തു കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാനിലെ ഭരണം തങ്ങൾക്ക് അനുകൂലമായി വന്നാൽ, അല്ലെങ്കിൽ ഇറാനിലെ ഭരണം പിടിക്കാൻ കഴിഞ്ഞാൽ, ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർത്താൽ, ഹോർമുസ് കൂടി തങ്ങളുടെ ഭാഗമാക്കി അന്താരാഷ്ട്ര തലത്തിൽ വലിയ കച്ചവടങ്ങൾ, അതായത് ടോൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ട്രംപ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹോർമുസ് കടലിടുക്ക് അമേരിക്ക പിടിച്ചെടുക്കുമെന്നും ആ കടലിടുക്കിന് ട്രംപിന്റെ പേരിടുമെന്നും പറഞ്ഞത്. അതിനെയാണ് ഇപ്പോൾ പൊളിച്ചടുക്കി മടക്കി നാലാക്കി ചവിട്ടിക്കൂട്ടി ഇറാൻ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹോർമുസിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ പൊട്ടിത്തെറികൾ. അതായത് അമേരിക്ക എന്തൊക്കെയാണോ ഹോർമുസുമായി ബന്ധപ്പെട്ട് സ്വപ്നം കണ്ടത്, അത് മുഴുവൻ ഇറാൻ തിരിച്ചടിച്ചു കൊടുക്കുകയാണ്. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, അമേരിക്കയുടെ ഒരു പദ്ധതിയും ഒരു കളിയും ഹോർമുസിൽ നടക്കില്ല. ഹോർമുസ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കളിക്കും ഇറാൻ മുതിരില്ല. ഹോർമുസ് എന്ന് പറയുന്നത് ഇറാന്റെ വജ്രായുധമായി മാറിക്കഴിഞ്ഞു. ഈ ഹോർമുസ് ഇറാന് ഇത്രയും പ്രിയപ്പെട്ട ആയുധമായി മാറുമെന്ന് ഇറാൻ പോലും ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. ഈ യുദ്ധം വന്നതോടെയാണ് ഹോർമുസിന്റെ വിലപേശൽ ശേഷി എത്രത്തോളമാണ് എന്ന് ഇറാൻ തിരിച്ചറിയുന്നത്. കാരണം 49 വർഷമായി ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്ലാമിക ഭരണകൂടം അവിടെ ചുമതലയേറ്റിട്ട് 49 വർഷം കഴിഞ്ഞു. ഇത്രയും കാലം ഇറാനോട് ചേർന്നു തന്നെയാണ് ഹോർമുസ് ഉണ്ടായിരുന്നത്, കപ്പലുകൾ പോയിരുന്നത്. അന്നൊന്നും ആ ഹോർമുസിന്റെ അവകാശവാദം ക്ലെയിം ചെയ്യാനോ, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യാനോ, അതിലേ പോകുന്ന കപ്പലുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ, ആ കപ്പലുകൾ എങ്ങനെ പോകണമെന്ന് കൽപ്പിക്കാനോ ഒന്നും ഇറാൻ വന്നിരുന്നില്ല. ഇതിനു മുമ്പ് എത്രയോ തവണ ഇറാന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ഇറാനെ തകർക്കുമെന്ന് അമേരിക്ക വെല്ലുവിളിച്ചിട്ടുണ്ട്. എത്രയോ കാലം ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എതിരാളികളെ നിശബ്ദരാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ എതിരാളികളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഹോർമുസിനെ ഉപയോഗിക്കാനുള്ള നെഗോഷിയേഷൻ, അല്ലെങ്കിൽ ഒരു വിലപേശൽ ശേഷി ഹോർമുസിന് ഉണ്ട് എന്ന് ഇറാൻ കരുതിയിരുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ അത് പ്രയോഗിച്ചിരുന്നില്ല. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്, തങ്ങളുടെ വിലപേശൽ ശേഷി എത്രത്തോളം ഉണ്ട്, ഹോർമുസ് തങ്ങൾക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്, ഹോർമുസ് ഉപയോഗിച്ച് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നെല്ലാം ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഹോർമുസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച നടന്നാൽ അത് തങ്ങളുടെ അവസാനമായിരിക്കുമെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകില്ല. അവിടെ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഇറാൻ ഇല്ല,
ഇറാൻ ഉണ്ടാകില്ല എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അത് ഇറാനിലെ ഓരോ പൗരനെയും ഓരോ മനുഷ്യനെയും മനസ്സിലാക്കിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇറാൻ. അപ്പോൾ ഇറാനിയൻ ജനത ഈ യുദ്ധത്തോടുകൂടി ഒറ്റക്കെട്ടായി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അണിനിരക്കുന്നു. ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 2 കോടിയോളം വരുന്ന ജനങ്ങൾ 6 ദിവസമായി അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും ഒക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇറാൻ ഭരണകൂടത്തോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നു. ഇറാനിൽ ആയത്തുള്ള അലി ഖാംനെയി ഭരിച്ചിരുന്ന സമയത്ത് പോലും ഇത്രയും വലിയ ഐക്യം ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. യുദ്ധത്തോടുകൂടി ഒന്ന്, ഇറാൻ ഹോർമുസിന്റെ വിലപേശൽ ശേഷി മനസ്സിലാക്കി. 2, ഇറാനിലെ ജനങ്ങൾ പരിപൂർണമായി ഐക്യപ്പെട്ടു. അവര് ഒരു കാരണവശാലും ഹോർമുസിന് തുറന്നു കൊടുക്കരുത് എന്ന നിലപാടിലേക്ക് എത്തുന്നു. അവരതിനനുസരിച്ച് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതനുസരിച്ച് ഇറാൻ ഹോർമുസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കളമൊരുക്കുന്നു. ഇനി അമേരിക്ക നാറ്റോ യോഗത്തിൽ പറഞ്ഞ കാര്യം പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ യോഗത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഹോർമുസ് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഹോർമുസിൽ ഇറാന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുന്ന വിധത്തിൽ നിർണായകമായ പല നീക്കങ്ങളിലേക്കും ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ വേണം എന്ന് ട്രംപ് ആ യോഗത്തിൽ പറഞ്ഞു. ആ യോഗത്തിൽ ട്രംപിന്റെ വാക്ക് അനുസരിക്കുന്ന വിധത്തിൽ അവിടുത്തെ മറ്റു രാജ്യങ്ങളുടെ, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങൾ ട്രംപിനൊപ്പം വരാം, അമേരിക്കൻ സൈന്യത്തിനൊപ്പം ഞങ്ങളുടെ സൈന്യവും ഹോർമുസിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെ നടപ്പാക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഹോർമുസ് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ തുനിഞ്ഞാൽ സർവനാശമായിരിക്കുമെന്ന് ട്രംപിന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ ഇറാന്റെ 300-ലധികം കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി ആക്രമണം നടത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അത് അത്രത്തോളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇത്രയും വലിയ ക്ലെയിം ട്രംപ് നടത്തുമ്പോൾ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ബഹ്റൈനിലെയും UAE-യിലെയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലെ, സൗദി ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഞങ്ങൾ കരുത്തരാണ് എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതിൻ്റെ അർത്ഥം ഹോർമുസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഞങ്ങളെ എത്ര ആക്രമിച്ചാലും, ഒരുപക്ഷെ ആണവ വിഷയത്തിൽ പോലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാലും ഹോർമുസ് വിഷയത്തിൽ ഇനി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്തും? ഹോർമുസിലുള്ള ഇറാന്റെ പിടി എങ്ങനെ അയയും? ഹോർമുസിനെ എങ്ങനെ പഴയതുപോലെ സ്വതന്ത്രമാക്കും? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുകയാണ്. ഇനി ഗൾഫ് രാജ്യങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് ഇറാൻ പറഞ്ഞതുപോലെ സഹോദര രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അമേരിക്കയെ പടിയടച്ച് പിണ്ടം വെച്ച് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഈ പറയുന്ന ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അത് കുവൈറ്റ്, ഖത്തർ, സൗദി, ഇറാൻ, ഇറാഖ്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഹോർമുസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അവിടെ അമേരിക്കയ്ക്ക് ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഒരു ഫോർമുല ഇറാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് അംഗീകരിച്ചാൽ പോലും അത് അടുത്ത പൊട്ടിത്തെറിയാണ്. ഹോർമുസിലുണ്ടാകുന്ന അടുത്ത സ്ഫോടനമാണ് അമേരിക്കയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന സ്ഫോടനം. കാരണം അറബ് രാജ്യങ്ങൾ മാത്രമായി അത് നിയന്ത്രിക്കുന്ന ഒരു സമയം വന്നാൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് പ്രാധാന്യമില്ല എന്നതിന് തെളിവായി മാറും. എന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും അതുവഴി കപ്പലുകൾ അയക്കേണ്ടതില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തുമെന്നൊക്കെ അവിടെ ഇറാൻ തീരുമാനിച്ചാൽ, ഇറാൻ ഇപ്പോൾ അത് കൈവശപ്പെടുത്തി ഇനി അങ്ങോട്ട് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളൊക്കെ പറഞ്ഞയച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ മാത്രം ആക്രമിക്കുമെന്ന നിലപാട് സ്വീകരിച്ചാലും അത് വലിയ പൊട്ടിത്തെറിയാകും. ഇതെല്ലാം ട്രംപ് വലിയ വേദനയോടുകൂടി സഹിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളാണ്. ഈ യുദ്ധം തുടങ്ങി വെച്ച് ട്രംപ് വിളിച്ചു വരുത്തിയ വിനാശമാണ്, ദുരന്തമാണ് ഹോർമുസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി ഇറാൻ പരിപൂർണമായി ഹോർമുസ് അടയ്ക്കുകയാണ് എന്ന് വെക്കുക, ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ഞങ്ങളിത് തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ തീരുമാനിക്കുന്നു. ഇറാൻ അത് തീരുമാനിച്ചതിന് ശേഷം പറയുകയാണ്, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങളുമായിട്ടില്ല, ഈ ഹോർമുസിന് ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞാൽ
അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില ഉയരുന്നതടക്കമുള്ള നിരവധി 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 പ്രശ്നങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ലോകരാജ്യങ്ങൾ ഇറാനുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകും, അല്ലെങ്കിൽ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം തന്നെ തകരും. അങ്ങനെ വരുമ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവിടെ ടോൾ പിരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. അത് ലോകരാജ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലില്ലാതെ ചിലപ്പോൾ ഹോർമുസ് പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം. അങ്ങനെ വന്നാലും അത് ട്രംപിന് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ബലം പ്രയോഗിച്ച് ഹോർമുസ് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുന്നു. നാറ്റോ യോഗത്തിന് ശേഷം 20ഓളം പടക്കപ്പലുകൾ ട്രംപ് ഹോർമുസിലേക്ക് അയച്ചു എന്ന് വാർത്തകൾ വന്നു. പിന്നെന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇറാന്റെ തിരിച്ചടിയിൽ ആ കപ്പലുകൾ തിരിഞ്ഞോടി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഏത് കപ്പലുകൾ എങ്ങനെ ഹോർമുസിന്റെ ഭാഗത്തേക്ക് വന്നാലും മിസൈലുകൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും അത് തകർക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാൻ ഉണ്ട് എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അതായത് അമേരിക്ക പറയുന്നത് പോലെ ഇറാന്റെ ആയുധശേഷി നശിച്ചു, മിസൈൽ ശേഷി നശിച്ചു, ഇറാന്റെ ഡ്രോൺ ശേഖരങ്ങൾ ഞങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ്, അവകാശവാദങ്ങളാണ് എന്ന് വേണം കരുതാൻ. കാരണം ട്രംപ് ഓരോ തവണയും ഇറാൻ നശിച്ചു, ഇറാൻ തീർന്നു, ഇറാൻ തകർന്നു എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇറാൻ ഉയർന്നു തന്നെ നിൽക്കുകയാണ് എന്ന് കാണാം. എന്തായാലും ഹോർമുസ് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കളിക്കും ഇറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയങ്ങളിൽ ഉണ്ടാകില്ല, ഹോർമുസിന്റെ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് ഇറാൻ തീർച്ചയാക്കുകയാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കാൻ തയ്യാറെടുത്തുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും തൽക്കാലം ഹോർമുസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു വിദൂര സാധ്യത പോലും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.